നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഒരുപാട് പേര് ഡയറ്റ് എടുക്കുന്നവരുണ്ട്. എൻ്റെ ക്ലയൻസ് തന്നെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട് പലരും ചെയ്യുന്നവരുണ്ട് അല്ലേ. പക്ഷേ ഇവർക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വിശപ്പെന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ വിശപ്പ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ മെക്കാനിസമാണ് വിശപ്പെന്ന് പറയുന്നത്. വിശപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നൽ നൽകുകയാണ് നമ്മുടെ ബോഡി, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായി, നിങ്ങൾ കഴിക്കൂ എന്നുള്ളത്. ആ ടൈം മിക്കവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറ്റ് എന്നും പറഞ്ഞിട്ട് വിശപ്പങ്ങ് സപ്രസ് ചെയ്ത് പിടിക്കും. അപ്പോൾ ബോഡിക്ക് അതിൻ്റേതായ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി നോക്കാതെ വളരെ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലോട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും പോർഷൻ കൺട്രോളിൽ കഴിക്കാം. വിശക്കുന്ന സമയത്ത് ഫുഡ് മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. അതിനൊരു കെമിക്കൽ മെക്കാനിസം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നു, നിങ്ങൾ ഏത് സമയം ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂറിന് ശേഷം ഡൈജഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് വിശക്കാനായിട്ട് തുടങ്ങും. ഈ ടൈമിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഗ്രെലിൻ എന്ന് പറയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് ശരിക്കും പറയുന്നത് ഹങ്കർ ഹോർമോൺ എന്നാണ്. ഈ സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഹോർമോണാണ് കേട്ടോ ശരിക്കും, അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ നൽകും, സ്റ്റൊമക്ക് കാലിയായി, എനിക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ ബ്രെയിൻ നമ്മളെ ചിന്തിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കും. ഇതാണ് ആ മെക്കാനിസം വരുന്നത്. ഇത് ഇല്ലാത്ത സമയത്ത്, അതായത് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിലും ആ ടൈമിൽ നിങ്ങൾ വിശപ്പ് കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഫുൾ ഡേ ഈ ഹോർമോൺ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. വിശക്കുന്നു 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹോൾ ഡേ കുറേ കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ് റിച്ച്, അതായത് ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കാണുകയാണെങ്കിൽ അതൊക്കെ വാരി വലിച്ച് കഴിക്കുകയും റിവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഫലം, അതായത് വെയിറ്റ് കൂടുകയും ചെയ്യും. അതിനും ഭേദം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോൾ വിശക്കുകയാണെങ്കിലും ആ സമയം ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കഴിക്കാം. ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സാലഡായിട്ട് കഴിക്കാം, നട്ട്സ് എന്തെങ്കിലും കഴിക്കാം. എന്ത് കഴിക്കുകയാണെങ്കിലും പോർഷൻ കൺട്രോളിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഹങ്കർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഹങ്കർ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഹങ്കർ, നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം അനുസരിച്ചുള്ള ഒരു ഹങ്കറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, വിശപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ രണ്ടാമത്തെ ഒരു ടൈപ്പ് വിശപ്പുണ്ട്, ഹെഡോണിക് ഹങ്കർ എന്നാണ് അതിന് പറയുന്നത്. ഹെഡോണിക് ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറെപ്പോഴും ഫുള്ളായിരിക്കും, എന്നാൽ പോലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കാണുകയാണ്, ഏതെങ്കിലും ഐസ്ക്രീമോ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ പേസ്ട്രീസോ കേക്ക്സോ സോഫ്റ്റ് ഡ്രിങ്ക്സോ, ഇതൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് മിക്കവർക്കും. ഈ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വിശക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു വിശപ്പ്. അത് നോർമലായിട്ടുള്ളൊരു വിശപ്പല്ല, വയറ് കാലിയായിട്ടുള്ള രീതിയിലുള്ള ഒരു വിശപ്പുമല്ല അത് നമ്മുടെ ബോഡിക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു ഹങ്കർ എന്ന് പറയും. അതിനാണ് ഹെഡോണിക് ഹങ്കർ എന്ന് പറയുന്നത്. ഈ ഹങ്കർ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം കൂടുതലായിട്ടും ഉള്ള ആളുകൾക്ക് ഫാസ്റ്റ് ഫുഡിനോടോ ജങ്ക് ഫുഡിനോടോ സോഫ്റ്റ് ഡ്രിങ്ക്സിനോടോ ഒക്കെ ആയിരിക്കും കൂടുതലും താല്പര്യം. ഇത് കാണുമ്പോൾ ഉള്ള ഹങ്കർ മൂലം ഇതൊക്കെ കഴിക്കാനും തുടങ്ങും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഹൈ കാലറിയാണ്, വെയിറ്റ് കൂടും, അൺഹെൽത്തി ഭക്ഷണ സാധനങ്ങളാണ്, അതനുസരിച്ചുള്ള ബോഡിക്ക് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഹെഡോണിക് ഹങ്കർ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ മനസ്സിൽ തന്നെ വിചാരിക്കുക, ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ഹങ്കർ അല്ല. ഈ ഹങ്കർ മൂലം നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയപ്പെടുന്ന ഒരു ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടുള്ള ഹങ്കറാണ് ഈ വരുന്നത്. ഇത് എൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മതി. കുറേ ആകുമ്പോൾ, കുറേ ട്രൈ ചെയ്യുമ്പോഴത്തേനും ഈ രീതികളൊക്കെ അങ്ങ് മാറിക്കോളും. വീട്ടിൽ തന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഇതൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാതിരിക്കുക. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിലല്ലേ നമ്മൾ പെട്ടെന്ന് എടുത്ത് കഴിക്കുന്നത്. അതുപോലെ സ്നാക്സ്, ചിപ്സ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഹെഡോണിക് ഹങ്കർ വരുന്ന ടൈമിൽ നമ്മളത് കഴിക്കുകയും ചെയ്യും. ഇത് അനുസരിച്ചുള്ളൊരു മെക്കാനിസം കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും എന്തെങ്കിലും സ്വീറ്റ്സ് വേണം അല്ലേ. നമ്മൾ ഒരു ഗസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ പോലും ബിരിയാണി കൊടുക്കുന്നുണ്ട്, നല്ല ഹെവി ഫുഡ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു കസ്റ്റാർഡ് എന്തായാലും ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടാവും.
അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതാണ്. ഭക്ഷണം ഫുള്ളായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും എന്തായാലും എല്ലാവരും കഴിക്കും. ചോക്ലേറ്റ്സോ ഐസ്ക്രീംസോ ഒക്കെ കഴിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞാലും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ സദ്യ കഴിച്ചു കഴിഞ്ഞാലും പായസം കുടിക്കുന്നതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. അത് ഹെഡോണിക് ഹങ്കർ ആ ടൈമിൽ എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. ഒരാൾക്കോ രണ്ടുപേർക്കോ ഒന്നും അല്ല. ഇപ്പോൾ നമ്മൾ വയറ് ഫുള്ളായി അതുകൊണ്ട് പായസം വേണ്ട, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളായി ഇനി കസ്റ്റാർഡ് വേണ്ട, നല്ല ഐസ്ക്രീമും ഗുലാബ് ജാമുനും അല്ലെങ്കിൽ ജിലേബിയൊക്കെ മിക്സ് ചെയ്ത ഐസ്ക്രീമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹെഡോണിക് ഹങ്കർ വരും. അല്ലാതെ ആരും അത് അവോയ്ഡ് ചെയ്യില്ല അല്ലേ. ഇപ്പം എത്ര വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നല്ല ഫുള്ളായിട്ട് വയറ് ഫുള്ള് ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐസ്ക്രീംസ് എന്തായാലും അതിൻ്റെ കൂടെ കഴിക്കുന്നവരാണ് കൂടുതലും പേരും. അത് ഒഴിവാക്കുന്നില്ല. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർ അത്രയും കൺട്രോൾ ചെയ്യുന്നവർ മാത്രമേ അതൊക്കെ ഒഴിവാക്കുള്ളൂ. അല്ലാത്ത എല്ലാവരും സ്വാഭാവികമായിട്ടും കഴിക്കും അല്ലേ. ആ ഹെഡോണിക് ഹങ്കർ കൊണ്ടാണ് കൂടുതലായി ഇങ്ങനെ കഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കാണുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുകയും അത് മൂലം നമ്മൾ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡോണിക് ഹങ്കർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷന് അതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. അല്ലാതെ നോർമൽ ഹങ്കർ വരുമ്പോൾ ഒരിക്കലും അത് സപ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഭക്ഷണം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് നിങ്ങൾ കഴിക്കുക. അത് ബോഡിയുടെ നാച്ചുറൽ മെക്കാനിസമാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് വഴി വേറെ അസുഖങ്ങളിലേക്ക് അത് നയിക്കുകയുള്ളൂ. അല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഹങ്കറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഹങ്കർ വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതെന്നും ഹെഡോണിക് ഹങ്കർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഒരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനൊക്കെ പറഞ്ഞു തരുന്നത്. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ തന്നെ വരേണ്ടി വരും. അതിന് എൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് tinasudhir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.